ഈ ജീവിതം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കണമെങ്കിൽ എല്ലാവരും ഈ ഒരു 7 കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മതി കേട്ടോ. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. കാരണം ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് ചെയ്യാറ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അധികം വൈകിക്കാതെ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തെ കാര്യം പ്രാർത്ഥനയാണ് കേട്ടോ. പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, ഈശ്വരവിശ്വാസികൾ അല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് അതിരാവിലെയോ രാത്രി കിടക്കുവാൻ സമയത്തോ കൊടുക്കുക കേട്ടോ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാതെ ഞാനിന്ന് പോകുന്ന വഴിക്ക് പണ്ടാരടങ്ങി പോണേന്ന് ആരും പ്രാർത്ഥിക്കില്ലല്ലോ. എനിക്ക് നല്ലത് വരണേ, അല്ലെങ്കിൽ ഞാൻ എന്റെ കുടുംബത്തിന് നല്ലത് വരണമേ എന്നല്ലേ എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പൊ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഒരു ദിവസത്തിന്റെ തുടക്കം പ്രാർത്ഥനയിലൂടെ ആയിരിക്കണം. അതുപോലെ 40 കഴിഞ്ഞിട്ടുള്ള വ്യക്തികളാണ് നമ്മളെന്നുണ്ടെങ്കിൽ, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും കൃത്യമായ സമയത്ത് കൃത്യമായ ദൈർഘ്യം എടുത്തിട്ട് സമയമെടുത്തിട്ട് അരമണിക്കൂറാണെങ്കിൽ അരമണിക്കൂർ എക്സസൈസ് ചെയ്യുക കേട്ടോ. കൃത്യമായിട്ട് അത് ചെയ്തു പോരുക. കാരണം ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. നമുക്ക് ചുറ്റിനും ഒന്നും നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരുപാട് പേർക്ക് സ്ട്രോക്ക് വന്ന അല്ലെങ്കിൽ ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടൊക്കെ മരിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ടുള്ള എക്സസൈസിലൂടെ നമുക്കത് മറികടക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യം, ഈ എക്സസൈസിനോടൊപ്പം നല്ല ആരോഗ്യകരമായിട്ടുള്ള പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾ എല്ലാവരുടെയും ആരോഗ്യ കാര്യങ്ങളും ഭക്ഷണ കാര്യങ്ങളും ശ്രദ്ധിക്കും. നമ്മൾ സ്ത്രീകൾ പൊതുവെ നമ്മുടെ ആരോഗ്യ കാര്യത്തില് പുറകിലോട്ടാണ് അല്ലെ. അപ്പോൾ കുക്കഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാതെ ഏതെങ്കിലും ഒരു ഹെൽത്ത് ഡ്രിങ്ക്സുകൾ എടുക്കുക കേട്ടോ. അതിപ്പോ നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കറി വെക്കുവാനായിട്ട് എടുക്കുന്ന ഒരു പിടി നാളികേരവും ഒരു പിടി കറിവേപ്പിലയും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടെ അരച്ച് ജ്യൂസാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ നാളികേരം ചേർക്കുന്നത് കൊണ്ട് കൊളസ്ട്രോൾ കൂടുകയൊന്നും ഇല്ലാത്ത ഈ കറിവേപ്പില അതിനകത്ത് കോമ്പിനേഷൻ ആയിട്ട് ചേർക്കുന്നത് കൊണ്ട് നമുക്ക് സ്കിന്നിന് നല്ല എന്താ പറയാ ഗ്ലോ കിട്ടുവാനായിട്ട്, അതുപോലെ നല്ല ആരോഗ്യമുള്ള സ്കിന്ന് തലമുടിയൊക്കെ ഉണ്ടാകുവാനായിട്ട് ഈ കറിവേപ്പില നല്ലതാണ്. നല്ലൊരു പ്രോട്ടീനാണ് ഈ നാളികേരത്തിലുള്ളത്. അപ്പോൾ അതങ്ങ് ബാലൻസ് ആയി പോയിക്കോളൂ. അത് നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് കേട്ടോ. ഒന്നും സ്ഥിരമായിട്ട് ഒരു സാധനം മാത്രമായിട്ട് കഴിക്കാതിരിക്കുക. മാറി മാറി ക്യാരറ്റ് ഉള്ളപ്പോൾ ക്യാരറ്റ്, ബീട്രൂട്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പോഷക സമ്പുഷ്ടമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കഴിക്കുക. കുക്കഡ് അല്ലാത്ത ഫുഡ് ഇവിടെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിക്കുക. ഒന്നുമില്ലെങ്കിലാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇതുപോലെ കറിവേപ്പിലിന് ഇല്ലെങ്കിൽ ഒരു പച്ച കഷ്ണം പപ്പായ ആണെങ്കിലും കഴിച്ചാൽ മതി. എന്തെങ്കിലും ഒരു നേരത്തെ നമ്മുടെ ഭക്ഷണത്തിൽ അത് ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പ്രാർത്ഥന പറഞ്ഞു, എക്സസൈസ് പറഞ്ഞു, നല്ല ആരോഗ്യകരമായിട്ടുള്ള പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഫുഡ് പറഞ്ഞു. നാലാമത്തെ കാര്യം, ഇതിനോടൊപ്പം നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമാണ് നമ്മുടെ സൗന്ദര്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ. അതായത് ആരോഗ്യം മാത്രം പോരാ, നമ്മുടെ സൗന്ദര്യവും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. നമ്മൾ ആ 20കളിലെ പോലെ തന്നെ 40കളിലും 50കളിലും ഒക്കെ കാണപ്പെടണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മുടെ തലമുടിക്ക് ഒരു കെയർ കൊടുക്കുക, സ്കിന്നിന് ഒരു കെയർ കൊടുക്കുക. ഒരു ഹെയർ പാക്കുകൾ, അതുപോലെ ഫേസ് പാക്കുകളൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ, അതുപോലെ രക്തചന്ദനമൊക്കെ നമുക്ക് ഈ അങ്ങാടിക്കടയിൽ നിന്ന് മേടിക്കുവാൻ കിട്ടും. അതൊക്കെ ഉറച്ച് പാക്കായിട്ട് നാച്ചുറലായിട്ട് ഇടുക. അതുപോലെ ചെമ്പരത്തി ഇല, പൂവ്, താളി, അതുപോലെ കറ്റാർവാഴയൊക്കെ ചേർത്തിട്ടുള്ള ഹെയർ പാക്കുകൾ, താളികളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തലമുടിയും അതുപോലെ തന്നെ കാണപ്പെടും കേട്ടോ. അപ്പോൾ എന്നും നമ്മൾ ചെറുപ്പമായിരിക്കും. ഇനി 5ാമത് സ്ത്രീകൾക്ക് വേണ്ട ഒരു കാര്യം, സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം അത് കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇത്ര നാൾ എങ്ങനെയായിരുന്നോട്ടെ, ചെറിയൊരു വരുമാനം ആര് വിചാരിച്ചാലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. 10 കോഴിയെ വളർത്തിയിട്ടാണെങ്കിൽ അതിന്റെ മുട്ടയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് കോഴിമുട്ടയ്ക്കൊക്കെ എന്താണ് നാടൻ കോഴിമുട്ടയ്ക്ക് ഡിമാൻഡ് എന്ന് അറിയാമോ? കിട്ടുവാനില്ല മാർക്കറ്റില്. ഞാൻ കട നടക്കുന്നതല്ലേ എനിക്കറിയാം. നാടൻ മുട്ട ചോദിച്ചിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. അത് കിട്ടുന്നില്ല. ഈ വണ്ടിക്കാർ കൊണ്ടുവരുന്ന മുട്ടകളാണ്. അത് നാടൻ മുട്ടയൊന്നും അല്ല കേട്ടോ. അത് കോഴിത്തീറ്റയൊക്കെ കൊടുത്ത് ഹോർമോൺ ഫുഡൊക്കെ കൊടുത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മുട്ടകളാണ്. അത് അത്ര നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ല. എന്തെങ്കിലും ഒരു സ്ഥിര വരുമാനം കണ്ടെത്തുക. അത് ഓരോരുത്തരുടെ കഴിവും എടുക്കും പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇനി 6ാമത്തെ കാര്യം, നല്ല സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുക കേട്ടോ. അത് മറ്റുള്ളവരെ കാണിക്കുവാനായിട്ട് നമ്മുടെ വീടിന്റെ അടുത്തുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക സഭയുണ്ടാവുമല്ലോ ഓരോരുത്തർക്ക്. ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ ഒരു സഭയുണ്ടാവും, അതുപോലെ ഹിന്ദുക്കൾക്കാണെങ്കിൽ അവരുടെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാവും. അതിൽപ്പെട്ട ഒരാളെന്നല്ലാതെ നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ, അതായത് നമ്മൾ ഒരു പക്ഷെ നേരിൽ കണ്ടിട്ടില്ലാത്ത വ്യക്തിയാണെങ്കിലും പോലും സാരമില്ല, നമുക്കൊരു കൂട്ടുകാരിയോ അല്ലെങ്കിൽ കൂട്ടുകാരനായിക്കൊള്ളട്ടെ, നല്ലൊരു സുഹൃത്ത് നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കുവാനുള്ളത്. അതിപ്പോ നമ്മുടെ അമ്മയായാലും വേണ്ടില്ല കേട്ടോ. ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും പറയുന്നത് എന്റെ അമ്മയോടാണ്. എന്റെ അമ്മയോട് എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് സംസാരിക്കാറുണ്ട് കേട്ടോ. ഡെയിലി ഞാനൊരു 2 പ്രാവശ്യമെങ്കിലും അമ്മയെ വിളിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും അന്നുള്ള കാര്യങ്ങൾ അമ്മയായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും, നമ്മുടെ സങ്കടമായാലും ദേഷ്യമായാലും അതുപോലെ സന്തോഷമായാലും ഷെയർ ചെയ്യാനായിട്ട് ഒരാൾ ഭൂമിയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ടോക്സിക് ആയിട്ട് നമ്മളിങ്ങനെ ആകെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കും. ഇനി ഏറ്റവും അവസാനത്തെ 7ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഒന്ന് സ്വയം തിരിച്ചറിയുക, സ്വയം ഒന്ന് നിരീക്ഷിക്കുക. എന്താണ് എന്റെ ഇഷ്ടങ്ങൾ, എന്താണ് എന്റെ സന്തോഷം, ഈ
ജീവിതത്തിൽ ഞാൻ സന്തോഷവതിയാണോ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ സന്തോഷമായിട്ടാണോ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എന്റെ കുടുംബത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷവതിയായിട്ട് ഇരിക്കാൻ എനിക്ക് എന്താണ് ചെയ്യുവാൻ കഴിയുക? അപ്പോൾ എന്റെ ഇഷ്ടങ്ങൾ എന്തെല്ലാമാണ്? എനിക്ക് വായിക്കുവാനാണോ ഇഷ്ടം, എഴുതുവാനാണോ ഇഷ്ടം, എനിക്ക് ഡാൻസ് ആണോ, അല്ലെങ്കിൽ എനിക്ക് എല്ലാ പുതിയ സിനിമകൾ റിലീസ് ആകുമ്പോൾ അത് കാണുന്നതാണ് എനിക്ക് സന്തോഷം തരുന്നത്. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്താണ്? ഇനിയിപ്പോ പുറത്തു പോയി നമ്മുടെ ഭർത്താവിന്റെ കൂടെ പോയി ഒരു ഐസ്ക്രീം കഴിക്കുന്നത് ഭയങ്കര സന്തോഷമായിട്ട് കാണുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതൊരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടുക, അതിനൊരു 500 ലൈക്ക് കിട്ടുക, ഇതെല്ലാം സന്തോഷമായിട്ട് കാണുന്നവരുണ്ടാവും. അതാണെങ്കിൽ അങ്ങനെ ചെയ്യുക. നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് നോക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മുടെ പാഷൻ, നമ്മുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ചിട്ട് ഈ ലൈഫ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എൻജോയ് ചെയ്യുക. കാരണം ഇന്ന് ഉള്ള ഒരാള് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. പ്രത്യേകിച്ച് ഓരോ രാത്രി കഴിഞ്ഞ് നേരം പുലരുമ്പോൾ എത്ര പേര് മരണപ്പെട്ടു എന്ന് അറിയാൻ സാധിക്കുന്നില്ല. കാരണം ഈ കൊറോണയൊക്കെ വന്നതിന്റെ വാക്സിൻ എടുത്തതിന് ശേഷം ഒരുപാട് പേര് ഇപ്പോൾ ഉറക്കത്തിൽ ഒരു ഹാർട്ട് അറ്റാക്ക് പോലെ, സൈലന്റ് അറ്റാക്ക് പോലെയൊക്കെ മരിക്കുന്നുണ്ട് കേട്ടോ. സ്ത്രീകൾ വരെ, പ്രായമായിട്ടുള്ള അമ്മമാരൊക്കെ ഇങ്ങനെ അതുപോലുള്ള ഒരു അസുഖം വന്നിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 7 കാര്യങ്ങളൊക്കെ അങ്ങ് സൂക്ഷിച്ചു പോവുക. ബാക്കി വരാനുള്ളതെല്ലാം വരട്ടെ അല്ലേ, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളങ്ങ് പോവുക. എന്തായാലും നമുക്ക് ഒരു പ്രാർത്ഥന വേണം, ഒരു എക്സസൈസ് വേണം, അതുപോലെ നമുക്കൊരു കൃത്യമായിട്ടുള്ള വരുമാനം വേണം. അതോടൊപ്പം നമ്മുടെ ശാരീരികപരമായിട്ടുള്ള, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, സൗന്ദര്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക കേട്ടോ. നമ്മൾ മക്കളാണെങ്കിൽ തന്നെ, ആമക്കളായാലും പെൺമക്കളായാലും അമ്മയെ വിളിക്കില്ലേ, എപ്പോഴും വിളിക്കുമ്പോൾ അങ്ങേ തലയ്ക്കൽ അമ്മയായി എടുക്കാനുള്ളപ്പോൾ ഉള്ള ഒരു സന്തോഷം എന്താണ്? അമ്മ മരിച്ചു പോയി കഴിയുമ്പോൾ എന്തായിരിക്കില്ല എല്ലാവരുടെ അവസ്ഥ. എന്നെ ഒരു ദിവസം കൂടുതൽ വിളിക്കുന്നത് എന്റെ അമ്മയും എന്റെ ഇളയ മകനുമാണ് കേട്ടോ. മൂത്ത മോനെ വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോണം, ഞാൻ വിളിച്ചില്ലെങ്കിൽ അവൻ തിരിച്ചു വിളിക്കും. അപ്പോൾ ഒരു ആൾ അങ്ങേ തലയ്ക്ക് നമ്മളെ കേൾക്കുവാനുണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ ആശ്വാസം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടങ്ങൾക്കൊക്കെ അനുസരിച്ച് നമ്മൾ ജീവിക്കുക. അപ്പോൾ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനും കടയിലോട്ട് പോവുകയാണ്. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാട്ടോ. ടാറ്റാ. താണ്ടെ ഇവിടെ നമ്മുടെ ചക്ക ഹൽവ ഉണ്ടാക്കിയതൊക്കെ ഇരിപ്പുണ്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ വേഗം വായോ, തീർന്നതിന് മുമ്പ് കൊണ്ടുപോകാം കേട്ടോ.